അധ്യായം 1. മഹാരാജാവേ, ആപത്ത്! യുവരാജാവ് അമരേന്ദ്രകുമാരന് ആപത്ത്! കാവൽ ഭടന്മാരെ തട്ടിമാറ്റി രാജഗുരു കൊട്ടാര കവാടം കടന്നു പാഞ്ഞു. കൊട്ടാര ഭൃത്യന്മാർ രാജഗുരുവിന്റെ പരിഭ്രാന്തി നിറഞ്ഞ ഓട്ടം കണ്ട് അമ്പരന്ന് നിന്നു. അരുണേന്ദ്രന്റെ മുന്നിലെത്തിയ പാടെ രാജഗുരു ആയാസപ്പെട്ടുണർത്തിച്ചു. ആപത്ത് വരുന്നു മഹാരാജൻ! ഈ മഹാചക്ര പരീക്ഷയിൽ നിന്നും രാജകുമാരൻ അമരേന്ദ്രനെ പിന്തിരിപ്പിക്കണം. അവിചാരിതമായി കടന്നുവന്ന് രാജഗുരു പറയുന്നത് കേട്ട് രാജ്യസദസ്സാകെ അമ്പരന്നു. അസംഭവ്യം! ഈ പരീക്ഷണത്തിൽ മത്സരിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ ആർക്കും കഴിയില്ല! മൂർച്ചയേറിയ ഒരു ശബ്ദം രാജസദസ്സിലാകെ മുഴങ്ങി. സുന്ദര ദൃഢഗാത്രനായ യുവാവ് അവിടേക്ക് കടന്നുവന്നു. കല്ലുപോലെ ശക്തമായ വിശാലമായ തോളുകൾ, ദൃഢമായ ചുവടുകൾ, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന പുഞ്ചിരി, കയ്യിൽ ശക്തമായ ഒരു കുന്തം. അത് അമരേന്ദ്രൻ രാജകുമാരനായിരുന്നു. പാഞ്ചാല ദേശത്തെ യുവരാജാവ്. അരയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു നീണ്ട വാൾ. ദൃഢനിശ്ചയത്താൽ അവന്റെ കണ്ണുകൾ ജ്വലിച്ചു. മുന്നോട്ട് നോക്കുമ്പോൾ അവന്റെ കാൽക്കീഴിലെ ഭൂമി പോലും വിറയ്ക്കുന്നതായി തോന്നി. ആ സമയം കൊട്ടാരമാകെ നാളെ നടക്കാനിരിക്കുന്ന മഹാചക്ര പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. മഹാമാന്ത്രികതയുടെയും മഹാശക്തരുടെയും സംഘടിത ഭൂമിയാണ് ഹിമവാഹിനി. ഹിമവാഹിനിയിലെ ഒരു സാമ്രാജ്യമാണ് പാഞ്ചാല ദേശം. പാഞ്ചാല ദേശത്ത് 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാചക്ര പരീക്ഷ ആ നാട്ടിലെ യോദ്ധാക്കൾക്കിടയിൽ നടക്കുന്ന ഒരു ശക്തി പരീക്ഷണമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പങ്കെടുക്കാമെന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദിവ്യശക്തികളും അത്ഭുതങ്ങളും നിറഞ്ഞ യോദ്ധാക്കളുടെ ശക്തി അളക്കുന്ന ഈ പരീക്ഷ നടക്കുന്നത് സ്മൃതി മണ്ഡപത്തിലാണ്. മണ്ഡപത്തിൽ 9 പീഠങ്ങളുണ്ട്. ശക്തി അളക്കാനായി എത്തുന്ന യോദ്ധാവ് സ്മൃതി മണ്ഡപത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ ശക്തിക്കനുസരിച്ച് ഓരോ പീഠത്തിലും നക്ഷത്രം തെളിയും. ഒറ്റ പീഠത്തിലെ നക്ഷത്രം തെളിയുന്നുള്ളൂ എങ്കിൽ അയാൾ ദുർബലനാണ് എന്നാണ് അർത്ഥം. ഈ ശക്തി പരീക്ഷയിൽ ആ യോദ്ധാവിന്റെ ശക്തി പ്രഭാവത്താൽ 9 നക്ഷത്രം 9 പീഠങ്ങളിലായി തെളിഞ്ഞാൽ അദ്ദേഹം അപരാജിതൻ എന്ന വിശിഷ്ട പദവിക്ക് അർഹനാകും. അപരാജിതനായ യോദ്ധാവിന് ഈ ലോകത്തെ തന്നെ കീഴടക്കാനാകുമെന്നാണ് വിശ്വാസം. രാജഗുരുവിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന അരുണേന്ദ്രൻ ചോദിച്ചു, എന്താണ് രാജഗുരു, അങ്ങേക്ക് എന്തു പറ്റി? എന്താപത്തിനെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്? ആകാശത്ത് ഞാനൊരു അഗ്നിവാൽ നക്ഷത്രം കണ്ടു പ്രഭോ. കാഴ്ചയിൽ എന്തൊക്കെയോ സംശയം തോന്നി. അതുകൊണ്ട് പഴയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഞാൻ എന്റെ സംശയം ഉറപ്പിച്ചു. വരാനിരിക്കുന്ന മഹാ ആപത്തിന്റെ സൂചനയാണത്. മഹാചക്ര പരീക്ഷണം ഉടൻ നിർത്തുക. കിരീടാവകാശി അതിൽ പങ്കെടുക്കരുത്. രാജഗുരു മുന്നറിയിപ്പ് നൽകി. ഈ ദുർവിധിക്ക് പരിഹാരമില്ലേ? ഞെട്ടിത്തരിച്ച അരുണേന്ദ്രൻ വർദ്ധിച്ച ആശങ്കയോട് ചോദിച്ചു. ഇല്ല, രാജഗുരു പറഞ്ഞു. അമരേന്ദ്രകുമാരൻ രാജഗുരുവിന്റെ അടുത്തേക്ക് ചെന്ന് പ്രഖ്യാപിച്ചു, ഞാൻ ഈ മത്സരത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല രാജഗുരു. ഞാൻ എന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു, എന്റെ കൈകളിൽ വിശ്വസിക്കുന്നു. മഹാചക്ര പരീക്ഷണം നാളെ നടക്കാനിരിക്കെ എന്തിനാണ് ഇങ്ങനൊരു ആശങ്ക? ഇത് വ്യർത്ഥമാണ് രാജഗുരു. അങ്ങയോടുള്ള മുഴുവൻ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ അമരേന്ദ്ര യുവരാജാവ് മഹാചക്ര പരീക്ഷയിൽ പങ്കെടുത്തിരിക്കും. യുവരാജൻ, അങ്ങയുടെ ശക്തിയിൽ എനിക്ക് ആശങ്കയില്ല. അങ്ങയ്ക്ക് നാളത്തെ മത്സരം എത്രമാത്രം പ്രധാനമാണെന്ന് നമുക്കറിയാം. പക്ഷേ രാജഗുരുവിന്റെ സംസാരത്തെ ഇടയ്ക്ക് തടഞ്ഞുകൊണ്ട് അമരൻ പറഞ്ഞു, രാജഗുരു, അങ്ങയുടെ മുന്നറിയിപ്പിന് നന്ദി. അങ്ങയുടെ വാക്കുകളെ നാം മാനിക്കുന്നു. പക്ഷേ മഹാചക്ര പരീക്ഷ എനിക്ക് നിർണായകമാണ്. എന്നെ പിന്തിരിപ്പിക്കരുത്. അങ്ങ് എന്നോട് ക്ഷമിക്കൂ. വിധിയുടെ തീരുമാനത്തെ തടുക്കാൻ മനുഷ്യനാവില്ല. നിരാശയോടെ രാജഗുരു കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു. കുമാര അമരേന്ദ്ര, നമ്മുടെ രാജഗുരു വളരെ ജ്ഞാനിയായ ഒരാളാണ്. ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കേണ്ട സമയമാണിത്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിന്നെയും ഈ രാജ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. ഒന്നുകൂടി ആലോചിക്കൂ. പുത്രവാത്സല്യത്താൽ അന്തരംഗം പിടഞ്ഞ് രാജാവ് പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ പിതാവേ. ഞാൻ വളരെയേറെ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. അങ്ങെന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നാളത്തെ മഹാചക്ര പരീക്ഷ എനിക്ക് വെറുമൊരു പരീക്ഷ മാത്രമല്ലെന്ന് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. മഹാചക്ര പരീക്ഷ കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി വാസുകി വിവാഹം ചെയ്യുമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാകൂ. അങ്ങന്റെ തീരുമാനത്തെ മാനിച്ച് ആശീർവദിക്കണം. അമരേന്ദ്രൻ തന്റെ പിതാവിനെ വണങ്ങി രാജസദസ് വിട്ടിറങ്ങി. മകന്റെ ആത്മവിശ്വാസത്തിൽ അഭിമാനം കൊണ്ട അരുണേന്ദ്ര മഹാരാജാവിന് പക്ഷെ ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പട്ടുമെത്തയിൽ നിന്ന് എഴുന്നേറ്റ്
അദ്ദേഹം മട്ടുപ്പാവിലൂടെ ഉലാത്തി. രാജഗുരുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ കാതിൽ മുഴങ്ങി. ആകാശത്തേക്ക് നോക്കി ചിന്താമഗ്നനായി നിന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അന്നത്തെ പകൽ തെളിഞ്ഞു. പകൽ മുഴുവൻ അമരേന്ദ്രൻ പരിശീലനത്തിലായിരുന്നു. ഏകദേശം 15 മടങ്ങ് ഭാരം വരുന്ന 2 ഇരുമ്പു തണ്ടുകൾക്ക് നടുവിലായാണ് അമരേന്ദ്രൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി അവൻ വലതുഭാഗത്തുള്ള ഇരുമ്പ് തണ്ട് തൊട്ടടുത്തുള്ള പാഞ്ചാല നദിയിലേക്ക് തള്ളിയിട്ടു. ആ ശ്രമകരമായ പ്രവൃത്തിക്ക് ശേഷം ഇടതുവശത്തുള്ള ദണ്ഡിനരികിലേക്ക് അവൻ നീങ്ങി. ഇടതുവശത്തെ ദണ്ഡും വളരെ വിജയകരമായി നദിയെ ലക്ഷ്യമാക്കി തള്ളിയിട്ടപ്പോൾ അമരേന്ദ്രൻ അഭിമാനത്താൽ ഒന്നുകൂടി ജ്വലിച്ചു. ആ ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ ശ്വാസം കിട്ടാതെ നിന്ന അവനെ നോക്കിക്കൊണ്ട് പിതാവ് അരുണേന്ദ്രൻ ആവേശത്തോടെ കൈകൾ കൊട്ടി അഭിനന്ദിച്ചു. അരുണേന്ദ്ര മഹാരാജാവ് ആവേശം കൊണ്ട് ജ്വലിച്ചു. പിതാശ്രീ, നാളത്തെ ദിവസം ഈ അമരേന്ദ്രന്റേതാണ്. ഒരിക്കൽ കൂടി അങ്ങയുടെ ഈ പുത്രൻ അപരാജിതൻ എന്ന പദവി അലങ്കരിക്കും. അങ്ങയുടെയും പുകഴ്പെറ്റ ഈ ദേശത്തിന്റെയും മഹിമ ഇനിയും കടലുകൾ താണ്ടി അനേകം കാടുകളിൽ പ്രതിധ്വനിക്കും. അമരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പകൽ കാഴ്ചകൾ അയവിറക്കിക്കൊണ്ട് കുറച്ചുനേരം കൂടി നിദ്രാവിഹീനനായ മഹാരാജാവ് മട്ടുപ്പാവിൽ ഉലാത്തി. പിറ്റേന്നത്തെ പ്രഭാതം. പാഞ്ചാലദേശം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിനം വന്നെത്തി. രാജ്യമാകെ മത്സരാവേശത്തിലാണ്. രാജവീതിയാകെ മത്സരം കാണാൻ വന്നവരുടെ തിരക്കായിരുന്നു. അപരാജിത പദവി നേടാനാണ് അമരേന്ദ്രൻ മത്സരിക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് അപരാജിതനായ വ്യക്തിയാണ് അമരേന്ദ്രൻ. അമരേന്ദ്രനുമായി വിവാഹം ഉറപ്പിച്ച ചേരരാജ്യത്തെ പ്രതാപകേസരിയുടെ പുത്രി വാസുകിക്ക് കൊടുത്ത വാക്കുപാലിക്കാനാണ് അവൻ വീണ്ടും പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. വാസുകി അപരാജിത പട്ടം കരസ്ഥമാക്കിയ രാജകുമാരിയാണ്. ആവേശത്തിമിർപ്പിൽ ആറാടിയിരുന്ന ജനങ്ങൾക്കിടയിലൂടെ വേദി ലക്ഷ്യമാക്കി അരുണേന്ദ്ര മഹാരാജാവ് നടന്നെടുത്തു. പല രാജ്യങ്ങളുടെയും അധികാരത്തിന്റെ തന്നെ ഭാഗധേയം നിർണയിച്ചിട്ടുള്ള ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം. ശക്തനെന്നുറപ്പുള്ള ഏതൊരാളെയും സ്മൃതിമണ്ഡപം സർവാത്മന സ്വാഗതം ചെയ്യും. സർവ്വ തയ്യാറെടുപ്പുകളും നടത്തി മത്സരം ആരംഭിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. മത്സരം നടത്തിപ്പുകാർ മത്സരാർത്ഥികൾ ഓരോരുത്തരുടേതായി പേരുകൾ വിളിക്കാൻ തുടങ്ങി. കരഘോഷങ്ങളോടെ കാണികൾ മത്സരാർത്ഥികളെ എതിരേറ്റു. നിരവധി യോദ്ധാക്കൾ മത്സരത്തിൽ പങ്കെടുത്തു. ചിലർ സംതൃപ്തരായും മറ്റു ചിലർ നിരാശരുമായാണ് മടങ്ങിയത്. ഒടുവിൽ ഏവരും കാത്തിരുന്ന മത്സര സമയം ആഗതമായി. അടുത്തതായി ശക്തി തെളിയിക്കാൻ എത്തുന്നത് പാഞ്ചാലദേശത്തിന്റെ യുവരാജൻ വില്ലാളി വീരൻ അമരേന്ദ്രകുമാരൻ. ആ അറിയിപ്പ് കേട്ടതോടുകൂടി ജനങ്ങളെല്ലാം ആവേശത്തിമിർപ്പിലായി. തങ്ങളുടെ രാജകുമാരൻ ജയിക്കുന്നത് കാണാൻ പാഞ്ചാല ദേശമാകെ അവിടെ എത്തിയിരുന്നു. അമരേന്ദ്രൻ തന്റെ ഊഴത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനേക്കാൾ അക്ഷമയോടെ പുത്രന്റെ പ്രകടനം കാണാൻ അരുണേന്ദ്രരാജനും മിഴി തുറന്നിരുന്നു. അമരേന്ദ്രൻ, അമരേന്ദ്രൻ! ജനക്കൂട്ടം ആർത്തു വിളിച്ചു. സ്മൃതി മണ്ഡപത്തിന് നേരെ ആവേശത്തോടെ കൈകൾ വീശി നടന്നു നീങ്ങിയ അമരേന്ദ്രന് പെട്ടെന്നെന്തോ അസ്വസ്ഥത തോന്നി. കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ, കൈകൾ വിറയ്ക്കുന്നതുപോലെ, തലയ്ക്കുള്ളിലെന്തോ ഒരു പുകച്ചിൽ. അവന്റെ കണ്ണുകൾ ഇരുണ്ടു. കാഴ്ച മറയുന്ന പോലൊരു തോന്നൽ. ആ നിമിഷം അവന് സ്വയം നഷ്ടപ്പെടും പോലെ, ശരീരം സ്വന്തം നിയന്ത്രണത്തിലല്ലാത്ത പോലെ. തനിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അമരേന്ദ്രൻ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമരേന്ദ്രൻ സ്വയം ചിന്തിച്ചു. ഈശ്വര, എനിക്കെന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനൊരു അനുഭവം ആദ്യമായാണല്ലോ. ഇതെന്തു പരീക്ഷണമാണ്? ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ശരീരം തളർന്നു. വെട്ടിവേർത്തവൻ പീഠത്തിനരികിൽ നിശ്ചലനായി നിന്നു. രാജകുമാര, പാദസ്പർശം ഏൽപ്പിക്കൂ. നിന്റെ ശക്തി എന്താണെന്ന് ലോകം അറിയട്ടെ. മത്സര നടത്തിപ്പുകാരന്റെ ശബ്ദം അവന്റെ കാതുകളിൽ അലയടിച്ചു. അവൻ മനസ്സിനെ നിയന്ത്രിച്ചു. പാദങ്ങൾ വെക്കാൻ തയ്യാറായി. പക്ഷേ അമരേന്ദ്രന് ആദ്യ ശ്രമത്തിൽ തന്നെ അടി പതറി. രണ്ടാം ശ്രമവും പരാജയത്തിൽ കലാശിച്ചു. ജനങ്ങൾക്കിടയിൽ നിന്ന് ആശങ്കകൾ ഉയരാൻ തുടങ്ങി. അമരേന്ദ്രന് ഇത് എന്തുപറ്റി? ഇത്രയും ബലവാനായ യുവരാജാവിന് മത്സരവേദിയിലെത്തിയപ്പോൾ എന്തു സംഭവിച്ചു? ജനം നിരാശയോടെ ചോദിച്ചു. അങ്ങനെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ശ്രമത്തിൽ അമരേന്ദ്രന് പാദം സ്പർശിക്കാൻ സാധിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ അമരേന്ദ്രന് കഴിഞ്ഞില്ല. സ്മൃതിപീഠത്തിന് മുകളിൽ 3 നക്ഷത്രങ്ങൾ പ്രകാശിച്ചു. ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കണ്ണുകൾ തുറന്നു നോക്കിയ അമരേന്ദ്രനും തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അമരേന്ദ്രന് താൻ ഭൂമി വളർന്ന് താഴേക്ക് വീഴും പോലെ തോന്നി. അവനാകെ അടിമുടി വിറച്ചു. ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ഇവനെന്തൊരു രാജകുമാരനാണ്! ഇവനെയാണോ നമ്മുടെ അടുത്ത രാജാവായി വാഴിക്കാൻ പോകുന്നത്? 5 നക്ഷത്രങ്ങൾ പോലും കിട്ടാത്ത അവനെയൊക്കെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെ ഈ രാജ്യം അവനെ ഏൽപ്പിക്കും?
ജനങ്ങൾക്കിടയിൽ നിന്ന് പല പല അഭിപ്രായങ്ങളും മുഴങ്ങിക്കേട്ടു. അവർ പരിഹാസത്തോടെ അമരനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും നടുവിലൂടെ അമരേന്ദ്രൻ തലകുനിച്ചു നടന്നു. അയാൾ മത്സരവേദി വിട്ടിറങ്ങി. തലകുനിച്ചു നടന്നു നീങ്ങുന്ന അമരേന്ദ്രനെ കണ്ട മാധുരിയും അവന് പുറകെ നടന്നു. മാധുരി അമരേന്ദ്രന്റെ ബാല്യകാല സഖിയാണ്. മൗനം കൊണ്ടുപോലും അവനെ മനസ്സിലാക്കുന്നവൾ, ഏതു മോശം അവസ്ഥയിലും അമരന് തുണയാവുന്നവൾ. 18 വയസ്സുള്ള ആ സുന്ദരിയാണ് പരാജിതനായി ലജ്ജിച്ച് തലതാഴ്ത്തി നടന്നു പോകുന്ന അമരേന്ദ്രന് പുറകെ നടക്കുന്നവൾ. എന്തലങ്കാരവും അധികമായി ഭവിക്കുന്ന മേനിയഴകുള്ള ആ കന്യകയുടെ മുഖം ഒറ്റനോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ പതിയും. സ്നേഹത്തോടെ മാധുരി ആരാഞ്ഞു. എന്തു പറ്റി അമര? നിന്റെ ആത്മവിശ്വാസമെല്ലാം എവിടെ പോയി? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത തവണ വിജയിക്കാം. പരാജയം ഒന്നിന്റെയും അവസാനമല്ല, വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഊർജമാണ്. അമരേന്ദ്രനെ സമാധാനിപ്പിക്കാൻ മാധുരി ആശ്വാസവാക്കുകൾ ഓരോന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പരാജയപ്പെട്ടു പോയ അമരനെ സമാധാനിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല. കൊട്ടാരം അങ്കണത്തിൽ അമരേന്ദ്രന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു അരുണേന്ദ്ര രാജാവ്. രാജകുമാരന്റെ പരാജയം ഇതിനകം സഭയിൽ എല്ലാവരും അറിഞ്ഞിരുന്നു. മുഖമുയർത്താതെ കുനിഞ്ഞ ശിരസുമായി അമരൻ സഭാങ്കണത്തിലേക്കെത്തി. മകന്റെ അടുത്തേക്കെത്തിയ അരുണേന്ദ്രൻ ആശ്വസിപ്പിക്കാനായി അവനെ ചേർത്തു പിടിച്ചു. പരാജയം ഒന്നിന്റെയും അവസാനമല്ല അമര. നിന്റെ ധീരത ഈ നാട് മുമ്പ് തന്നെ അറിഞ്ഞതാണ്. ഇനിയും വരും മഹാചക്ര പരീക്ഷ. 9 നക്ഷത്രങ്ങൾ തെളിയിക്കാൻ യോഗ്യനായവൻ നീ മാത്രമാണ്. എങ്കിലും ഈ പരാജയം തികച്ചും അപ്രതീക്ഷിതമാണ്. ഇന്നലെ വരെ ശക്തനായിരുന്ന എന്റെ ശക്തി ഇന്നെങ്ങനെ ക്ഷയിച്ചു? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ദുഃഖം സഹിക്കാനാവാതെ അമരൻ പറഞ്ഞു. സഭയിലെ ആളുകൾ അത്രയും ദയാവായ്പോടെ രാജകുമാരനെ നോക്കി. ഈ സമയം കൊട്ടാരം വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്ന് വാസുകിയും ഭടന്മാരും അകത്തേക്ക് വന്നു. വാസുകിയുടെ കോപം ശരീരഭാഷയിൽ പ്രകടമായിരുന്നു. വാസുകിയെ ആതിഥ്യ മര്യാദയോടെ വരവേറ്റ അരുണേന്ദ്ര രാജാവിന് മുൻപിൽ കോപവും അഹങ്കാരവും ജ്വലിക്കുന്ന ശബ്ദത്തോടെ അവൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ വിരുന്ന് സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. അങ്ങയുടെ മകന്റെ പ്രകടനം കണ്ട സന്തോഷം അറിയിക്കാൻ വന്നതാണ്. അമരേന്ദ്രന്റെ പരാജയം വിചിത്രമാണ് കുമാരി. തികച്ചും അപ്രതീക്ഷിതം. അവന്റെ ശക്തിയും മിടുക്കും കുമാരിക്കും അറിവുള്ളതല്ലേ? രാജാവ് വാസുകിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചേരരാജ്യത്തെ യുവരാജകുമാരിയായ ഞാൻ അപരാജിതയാണ്. ഞാൻ എന്തിന് 3 നക്ഷത്ര ശക്തി മാത്രമുള്ള ഈ ഭീരുവിന് വിവാഹം കഴിക്കണം? വാസുകിയുടെ വാക്കുകൾ ഒരു വെള്ളിടി പോലെ അമരന്റെ മനസ്സിൽ തുളച്ചു കയറി. അമരൻ ചെറുപ്പത്തിലെ തന്നെ അപരാജിതനായവനാണ്. അത് കുമാരി മറക്കരുത്. ഈ ഭീരുവിന്റെ ഇന്നത്തെ പ്രകടനം കണ്ടാൽ അന്ന് നടന്നത് ഒരു നുണയായിരുന്നെന്ന് വേണം കരുതാൻ. വാസുകി! അമരേന്ദ്രൻ കോപത്തോടെ അലറി. പിതാവ് പാഞ്ചാല ദേശത്തെ രാജാവാണ്. അത് കുമാരി മറക്കരുത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ട രീതി ഇതാണോ? ശക്തിയില്ലാത്ത ഭീരുവായ യുവരാജാവുള്ള ഈ കൊട്ടാരത്തിന് ഇതിൽ കൂടുതൽ ബഹുമാനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. അതറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗതയായത്. അമരന്റെ മനസ്സ് തകർക്കുന്ന വാക്കുകളായിരുന്നു വാസുകി പറഞ്ഞത്. നിനക്ക് എങ്ങനെ ഈ വിധം മാറാൻ കഴിഞ്ഞു വാസുകി? നീ പ്രണയിച്ചത് എന്നെയല്ലേ, അല്ലാതെ എന്റെ നക്ഷത്രശക്തിയല്ലല്ലോ. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അമരൻ ചോദിച്ചു. ഇത്രയും ഭീരുവും അശക്തനുമായ കുമാരനേക്കാൾ എന്തുകൊണ്ടും യോജിച്ച യുവരാജാക്കന്മാർ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഞാൻ എന്തിന് കുമാരനെ വിവാഹം കഴിക്കണം? എനിക്കിനി ഈ ബന്ധത്തിന് താല്പര്യമില്ല. വാസുകി ഉറപ്പിച്ചു പറഞ്ഞു. സഭയിൽ ഇരുന്നവരത്രയും ഞെട്ടലോടെ വാസുകിയുടെ തീരുമാനം കേട്ടു. അമരൻ ഒരു വാക്ക് പോലും മറുത്തു പറയാനാവാതെ പിടഞ്ഞു നിന്നു. ഈ വിവാഹം ഉറപ്പിച്ചത് 2 രാജാക്കന്മാർ തമ്മിലാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണത്. കുമാരിക്ക് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അനുവാദമില്ലെന്നറിയില്ലേ? അമരേന്ദ്രന്റെ ശക്തി ഈ നാടും മറുനാടും ഒരിക്കൽ അറിഞ്ഞതാണ്. ഒരു തീരുമാനം ശക്തിയുടെ പേരിൽ കുമാരി എടുക്കരുത്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ യുവരാജാവിനോട് മൈഥിലി പാനീയം കുടിക്കാൻ പറയൂ. മത്സരവേദിയിൽ നിന്ന് ഞാൻ അത് കുമാരനായി കൊണ്ടുവന്നിട്ടുണ്ട്. മൈഥിലി പാനീയം അപരാജിത പട്ടം നേടിയ 9 നക്ഷത്ര ശക്തിയുള്ള ഒരാൾ മാത്രമേ പാനം ചെയ്യാൻ പാടുള്ളൂ. കുമാരിക്ക് ഇത് അറിവുള്ളതല്ലേ? അല്ലാത്ത പക്ഷം അത് കുടിക്കുന്നത് ആരാണോ അയാളുടെ എല്ലാ ശക്തിയും ചോർന്ന് അയാൾ മരണാസന്നനാവും. സഭയിൽ നിന്ന് മന്ത്രി വാസുകിയോട് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ യുവരാജാവിന്റെ പരാജയം വിചിത്രമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കുമാരൻ ജയിക്കേണ്ടവനാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയെങ്കിൽ മൈഥിലി പാനീയം കുടിച്ച് കുമാരൻ ശക്തി തെളിയിക്കട്ടെ. അതുമല്ലെങ്കിൽ അദ്ദേഹം പരാജയം സമ്മതിക്കട്ടെ.
അതുവരെ നിശബ്ദനായി നിന്ന അമരൻ ആ സമയം മുന്നോട്ട് വന്നു. മൈഥിലി പാനീയം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. മരണം വരിക്കാനും ഞാൻ തയ്യാറാണ്. എന്തും സംഭവിക്കട്ടെ. അമരേന്ദ്രന്റെ ശബ്ദം കൊട്ടാരമാകെ മുഴങ്ങി. മൈഥിലി പാനീയവുമായി നിന്ന വാസുകിയുടെ ഭടൻ മുന്നിലേക്ക് വന്നു. അമരൻ പാനീയം കുടിക്കാൻ ഒരുങ്ങി. അരുണേന്ദ്ര രാജാവും സഭയും ആ കാഴ്ച കണ്ട് ഒന്നാകെ സ്തംഭിച്ചു നിന്നു. അശനിപാദം പോലൊരു വാൽനക്ഷത്രം ആ നിമിഷങ്ങളിൽ കൊട്ടാരത്തിന് മുകളിൽ തെളിഞ്ഞു നിന്നു. പാഞ്ചാല ദേശത്തെ മരങ്ങളൊന്നാകെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു. അമരേന്ദ്രന്റെ അടുക്കലേക്ക് ആസന്നമാവുന്ന മരണത്തിന്റെ സൂചനയായിരുന്നു അത്.